പാലക്കാട്ടേക്ക് ഒന്ന് പോട്ടെ. പാലക്കാട്ടെ സ്ഥിതി എന്താണ്? അവിടെ എണ്ണൽ പുരോഗമിക്കുന്നുണ്ടോ? സാജിദ്, കേരള കോൺഗ്രസ് ാണ് നിഷാദ്. ഈ നിലവിലെ സാഹചര്യത്തിൽ 1820 വോട്ടിനാണ് ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നത്. 5ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഇനി 6ാമത്തെ റൗണ്ട് കൂടിയാണ് നഗരസഭയുള്ളത്. അതിൽ LDF-നും UDF-നുമാണ് കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. പിന്നീട് 7ാം റൗണ്ട് മുതൽ പൂർണ്ണമായും പിരായിരിയാണ്. 7-8 റൗണ്ടുകൾ പൂർണ്ണമായും പിരായിരിയാണ്. അത് UDF-ന്റെ വൻ കുതിപ്പായിരിക്കും ഉണ്ടാവുക. അതിൽ ഈ BJP-ക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി വോട്ടോളം UDF-ന് ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ 5ാം റൗണ്ട്, അതായത് 2021 പിരായിരി എണ്ണുമ്പോൾ നമുക്കറിയാം, അതുവരെ കാത്തിരിക്കേണ്ടി വരും. നിഷാദ്, എനിക്കറിയേണ്ടത് പയ്യന്നൂരും തളിപ്പറമ്പും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിലേക്ക് വിജേഷ് ഗോവിന്ദനുണ്ട്. അതിനിടയ്ക്ക് KT ജലീൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ജനവിധി അംഗീകരിക്കുന്നു, VS ജോയിക്ക് അഭിനന്ദനങ്ങൾ. തവനൂരുകാരോട് എന്നും സ്നേഹം മാത്രം. ഇടതുപക്ഷ ജലീൽ ഉറച്ചു നിന്ന് കൂടുതൽ കരുത്തോടെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഞാൻ വിജേഷ് ഗോവിന്ദനിലേക്ക് പോകാണ്. വിജേഷ്, പയ്യന്നൂരും തളിപ്പറമ്പും എന്തുണ്ടാകും? 2 CPM വിമതരും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പയ്യന്നൂരിൽ 3884 വോട്ടിനാണ് വി കുഞ്ഞികൃഷ്ണൻ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. 9 റൗണ്ട് പയ്യന്നൂരിൽ പൂർത്തിയായിരിക്കുന്നു. പയ്യന്നൂരിലെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ തന്നെ ലീഡ് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. തളിപ്പറമ്പിലും സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. തളിപ്പറമ്പിൽ 4 റൗണ്ടാണ് പൂർത്തിയാകുന്നത്. 4 റൗണ്ട് പൂർത്തിയായ ഘട്ടത്തിൽ ചപ്പാറപ്പടവ് പഞ്ചായത്ത് UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. ആ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ 6363ലേക്ക് PK ഗോവിന്ദന്റെ ഭൂരിപക്ഷം ഉയർന്നിട്ടുണ്ട്. 2 വിമതരും കണ്ണൂരിൽ നിന്ന് മത്സരിച്ച CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള 2 വിമതരും വലിയ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി, പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം 1820 കുറഞ്ഞല്ലോ. അപ്പൊ കുറയും. ഇനി പിരായിരി എണ്ണം കിടക്കുകയാണ്. കുറെ നേരമായല്ലോ. പിരായിരിയാണ് UDF-ന്റെ ശക്തി കേന്ദ്രം, അതുകൊണ്ടാണ് മനസ്സിലായി. യെസ്, പിരായിരി UDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണുമ്പോൾ വീണ്ടും ശോഭാ സുരേന്ദ്രൻ നിരാശപ്പെടേണ്ടി വരുമെന്നാണ്. പക്ഷെ നിയമത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് രാജീവ് ഉറപ്പിച്ചു എന്നാണ്. പക്ഷേ രാവിലെ സംസാരിക്കുമ്പോൾ സെയ്ഫും വിജിനും ഒക്കെ പറയുന്നത് 10-11 റൗണ്ട് പിന്നിടുമ്പോഴാണ് അവരുടെ മൈനോറിറ്റി ബെൽറ്റ് ഒക്കെ എണ്ണാൻ വരിക. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. എന്തായാലും BJP-യെ സംബന്ധിച്ച് അവർക്കൊരു പല ഏജൻസികളും പ്രവചിച്ചതുപോലെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു സീറ്റിൽ മാത്രം ജയിച്ചാൽ അതൊരു വലിയ നേട്ടമായിട്ട് പറയാനും കഴിയില്ല. തിരിച്ചു പിടിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നേമത്ത് മാത്രം ജയിച്ചാൽ പാലക്കാട് പോയാൽ അതൊരു വലിയ നഷ്ടമാണ്. ശോഭയെ കൊണ്ടുവന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല വെച്ചാൽ UDF-ന്റെ പ്രവർത്തകർ ആഹ്ലാദിക്കുന്നതിന്റെ ഉമ്മൻചാണ്ടിയുടെ പടമുണ്ട്, KC വേണുഗോപാലിന്റെ പടമുണ്ട്, ഡസൻ കണക്കിന് രമേശ് ചെന്നിത്തലയുടെ പടമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആളുകൾ ആഹ്ലാദിക്കുന്ന ചിത്രമാണ് കാണുന്നത്. എന്തായാലും കേരളത്തിന്റെ ജനവിധി പുറത്തു വന്ന ഞാൻ ഉറ്റുനോക്കുന്നത് വട്ടിയൂർക്കാവിലേക്കാണ്. ഈ ആഹ്ലാദ പ്രകടനത്തിൽ മുരളീധരന് കരയേണ്ടി വരുമോ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹം ചെറിയൊരു എഡ്ജിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം വട്ടിയൂർക്കാവിൽ മുരളീധരൻ പിന്നിൽ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മട്ടന്നൂരിലൊക്കെ 587 വോട്ടുണ്ട്. മട്ടന്നൂരിലെ സ്ഥിതി ഒന്നുകൂടെ പിണറായി ലീഡ് തന്നെ മെച്ചപ്പെടുന്നുണ്ട് കേട്ടോ. 647 വോട്ടിന്റെ ലീഡേ ഉള്ളൂ ഇപ്പോൾ റഷീദ്. അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥ അല്ലേ? പക്ഷെ അത് തോക്കുന്നില്ല. പക്ഷെ ജയിച്ചാലും കടന്നുകൂടി എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. ജയിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു. യേശുദാസിന് പാടാൻ അറിയാട്ടോ എന്ന് പറഞ്ഞവരാണ് പിണറായി വിജയൻ ജയിക്കും കേട്ടോ എന്നൊക്കെ പറയുന്നത് അല്ലേ? എന്തായാലും 98-40-2 എന്നാണ് അവസാനത്തെ നമ്പർ.